വെൽക്കം ടു മൂവി ബ്രാൻഡ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങളിൽ ചെന്നുപെടാറുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത്. താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് 3-ാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത്. ദിയ ഗർഭിണിയാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പലരും കമന്റ് ഇട്ടിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഗർഭിണിയാണെന്ന് ദിയ വെളിപ്പെടുത്തിയതും. ഇപ്പോഴിതാ തങ്ങൾ പരസ്പരം സഹിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷക്കാലമായി എന്നാണ് ഇരുവരും ഇൻസ്റ്റയിലൂടെ പറയുന്നത്. അതേസമയം 2 വർഷക്കാലം കൊണ്ട് അശ്വിന്റെ മാറ്റമാണ് ആരാധകർ പറയുന്നത്. ഹെവി വർക്കൗട്ടിലൂടെയും മറ്റും അശ്വിൻ തന്റെ രൂപത്തിൽ വരുത്തിയ മാറ്റം ശരിക്കും ആരാധകരെ അതിശയിപ്പിക്കുന്നതാണ്. അശ്വിന്റെ മാറ്റത്തിന് ശരിക്കും പിന്തുണ നൽകിയത് ദിയ തന്നെയായിരുന്നു. അതേസമയം അശ്വിൻ ജീവിതത്തിലേക്ക് വന്ന ശേഷമുള്ള മാറ്റത്തെക്കുറിച്ചും ദിയ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ അശ്വിനുമായി കഴിഞ്ഞ വർഷമാണ് ദിയ വിവാഹിത ആകുന്നത്. വിവാഹം കഴിഞ്ഞ് അന്നു മുതൽ ഉടനെ ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹത്തിലായിരുന്നു ഇരുവരും. അതിനുവേണ്ടി ശ്രമിച്ചിരുന്നതായും ദിയ പറഞ്ഞിരുന്നു. ആദ്യ മാസം പ്രഗ്നന്റ് ആവാത്തതിന് കുറെ ടെൻഷൻ അടിച്ചെന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയതെന്നും ഒക്കെ താരപുത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം ഞങ്ങളുടെ ലിറ്റിൽ വണ്ണിനെ സ്വീകരിക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞുവെന്നാണ് ദിയ കൃഷ്ണ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനകം ഊഹിച്ചവരോട് അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ 3-ാം മാസത്തെ സ്കാൻ വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ നിമിഷം കുറച്ച് സ്വകാര്യത ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് യൂട്യൂബർമാരിൽ നിന്നും വാർത്തകളിൽ നിന്നും ഒക്കെ എന്റെ എല്ലാ പ്രിയപ്പെട്ട ഫോളോവേഴ്സിന്റെയും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ എന്തെങ്കിലും ഊഹങ്ങളുണ്ടോ? ബോയ് ആണോ ഗേൾ ആണോ എന്നൊക്കെ ആണ് ദിയ കുറിച്ചത്. പ്രണയത്തിലായപ്പോൾ മുതൽ ഈ നിമിഷം വരെയും പലപ്പോഴായി അശ്വിനൊപ്പം പകർത്തിയ വീഡിയോയും ഫോട്ടോയും കോർത്തിണക്കിയ വീഡിയോ ആണ് ദിയ പങ്കുവച്ചത്. വീഡിയോയുടെ അവസാനത്തിലാണ് അശ്വിനൊപ്പം കയ്യിൽ കുഞ്ഞു ഷൂസുമായി ദിയയുടെ വീഡിയോ ഉള്ളത്. പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ടിൽ പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ച ബ്ലാക്ക് സ്ലീവ്ലെസ് ഗൗണായിരുന്നു ദിയ ധരിച്ചത്. അതേസമയം താരപുത്രിക്ക് ഓബയോസി ബ്രാൻഡുമുണ്ട്. വസ്ത്ര ബ്രാൻഡായി തുടങ്ങിയ സംരംഭം ഇപ്പോൾ ഫാൻസി ജ്വല്ലറികളുടെ ഓൺലൈൻ സ്റ്റോർ ആണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ അകപ്പെട്ടിരുന്നു. ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തുകയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നതോടെ ദിയ പ്രതികരണവുമായി രംഗത്തെത്തി. വളരെ വൈകാരികമായി സംസാരിച്ച ദിയ വീണ്ടും വിവാദങ്ങളിൽ ചെന്നുപെട്ടു. പിന്നാലെ ദിയയെ പിന്തുണച്ചുകൊണ്ട് അമ്മ സിന്ധു കൃഷ്ണ നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങളെ ക്ഷണിച്ചു വരുത്തി. വിഷയത്തിൽ പ്രതികരിച്ച് വ്ളോഗർമാർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന പരാമർശം സിന്ധു കൃഷ്ണ നടത്തി. ഇതിനെതിരെ വ്യാപക വിമർശനം വന്നു. ഉപ്പുമുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ സംഗീത അനിൽകുമാറാണ് ദിയയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നത്. പിന്നാലെ സമാന പരാതികളുമായി നിരവധി പേർ കമന്റുകളുമായി എത്തി. പലരും ദിയയ്ക്കെതിരെ ഈ വിവാദം ആളിക്കത്തിക്കുകയും ചെയ്തു. യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും ദിയയെ വിമർശിച്ച് രംഗത്തെത്തി.